പെരിങ്ങമല സഹകരണ സംഘം വായ്പാ തട്ടിപ്പിൽ വിശദാംശങ്ങൾ അറിയില്ലെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ. വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങുന്നത് നാട്ടിൽ സാധാരണമാണ്. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് വായ്പ എടുത്തോ എന്ന് തനിക്കറിയില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു. പാർട്ടിയിൽ എനിക്കറിയില്ല, അതൊക്കെ വ്യക്തികൾ എടുക്കുന്നതല്ല. ഇത് അവർ തമ്മിൽ ആ ആളോട് തന്നെ ചോദിക്കുക. അറിയില്ല, എനിക്കറിയില്ല. അല്ല, എനിക്കറിയില്ല തട്ടിപ്പാണോ ഇല്ലയോ എന്ന് തന്നെ അറിയില്ല. വായ്പ എടുത്തിട്ട് തിരിച്ചടക്കാത്തതാണ്. വായ്പ എടുത്ത് തിരിച്ചടക്കാത്തത് എങ്ങനെയാണ് തട്ടിപ്പ്? 43 ലക്ഷമോ 5 കോടിയോ 10 കോടിയോ വായ്പ എടുത്ത് തിരിച്ചടവ് മുടങ്ങുന്നത് നാട്ടിൽ എത്രയോ ആൾക്കാർക്ക് സംഭവിക്കുന്നതല്ലേ. എനിക്കറിയില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. എനിക്ക് അറിയാത്ത കാര്യത്തിന് ഞാൻ മറുപടി പറയണമെന്ന് പറയരുതില്ല, നിർബന്ധിക്കാൻ. ഉമേഷ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഉമേഷ്, ഈ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ഇത്തരത്തിൽ വായ്പ എടുത്തോ എന്ന് തനിക്കറിയില്ല എന്ന് വി മുരളീധരൻ പറഞ്ഞൊഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൈരളിയിലൂടെ തന്നെ രേഖകൾ സഹിതം പുറത്തുവിട്ട കാര്യമാണ്. കൃത്യമായ അപേക്ഷ പോലും കൊടുക്കാതെ ഈ ലോൺ ഇദ്ദേഹം സ്വീകരിക്കുന്നതും അതിന്റെ ഒരു തരത്തിലുമുള്ള തുകകൾ തിരിച്ചടയ്ക്കാതിരിക്കുന്നതുമായ സാഹചര്യങ്ങൾ തെളിവ് സഹിതം കേരള സമൂഹത്തിന് മുന്നിലേക്ക് വന്ന കാര്യമാണ്. ആ കാര്യങ്ങൾ പോലും തനിക്കറിയില്ല എന്ന് പറഞ്ഞൊഴിയുന്ന വി മുരളീധരനെയാണ് നമുക്കിന്ന് കാണുവാൻ സാധിച്ചത്, അല്ലേ? അറിയില്ല എന്ന് പറഞ്ഞൊഴിയുക മാത്രമല്ല, അതിനെ നിസ്സാരവൽക്കരിക്കുകയും കൂടി ചെയ്തു എന്നുള്ളതാണ്. അതിപ്പോൾ എത്ര ലക്ഷമായാലും 43 ലക്ഷമാണെങ്കിലും വായ്പ എടുത്താൽ തിരിച്ചടയ്ക്കാത്തൊക്കെ നാട്ടിൽ സാധാരണമാണ്. അതിനെ തട്ടിപ്പായി കാണാനാവില്ല എന്നൊക്കെയാണ് വി മുരളീധരന്റെ വാദം. ഈ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് വായ്പയെടുപ്പുമായി ബന്ധപ്പെട്ട തെളിവുകൾ, വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഭരണസമിതി അംഗമായിരിക്കെ അതേ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ പാടില്ല എന്ന് ചട്ടമുണ്ടായിരിക്കെയാണ് എസ് സുരേഷ് വായ്പ എടുത്തായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അത് തിരിച്ചടയ്ക്കാതെ വലിയ തരത്തിൽ തട്ടിപ്പ് നടത്തുകയും ചെയ്തു എന്നതടക്കമുള്ള വിവരങ്ങൾ ഇതിനകം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതേക്കുറിച്ച് ബിജെപി നേതാവ് വി മുരളീധരനോട് ചോദിച്ചത്. എന്നാൽ അദ്ദേഹം അത് തനിക്കറിയില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു. അങ്ങനെ വായ്പ എടുത്തിട്ടുണ്ടോ എന്നുള്ളതിന് അതിനെക്കുറിച്ച് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല, അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഞാൻ അങ്ങനെ വായ്പ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് എസ് സുരേഷിനോട് തന്നെ ചോദിക്കേണ്ടി വരും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, അതിനെ നിസ്സാരവൽക്കരിക്കുന്നു. അങ്ങനെ അതിനൊരു തട്ടിപ്പായി കാണാനാവില്ല. വായ്പ എടുക്കുന്നതും തിരിച്ചടയ്ക്കാതെ കൊടുക്കുകയെന്നുമൊക്കെ നാട്ടിൽ സാധാരണ. അതിപ്പോൾ 43 ലക്ഷമായാലും അങ്ങനെ തന്നെയാണ് എന്നൊക്കെയാണ് വി മുരളീധരൻ പ്രതികരിച്ചത്. ഉമേഷ്, ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ ഇദ്ദേഹം അറിയാണ്ട് പോവുകയാണോ അല്ലെങ്കിൽ അറിയുന്നില്ല എന്ന് നടിക്കുകയാണോ ചെയ്തത്? ഇത്തരത്തിൽ ഇവരൊക്കെ, ഈ നേതാക്കന്മാരൊക്കെ ഈ ലോൺ എടുത്ത് വായ്പ തിരിച്ചടയ്ക്കാതിരിക്കുമ്പോൾ ബലിയർപ്പിക്കപ്പെട്ട കുറേയധികം ജീവനുകൾ ഈ BJP എന്ന പാർട്ടിക്കുള്ളിലുണ്ട്. അത്തരം കാര്യങ്ങളോട് പോലും പ്രതികരിക്കാതിരിക്കുന്നത് ബോധപൂർവമായി നടിക്കുന്ന ഒരു കാര്യമായി മാറുകയല്ലേ? ഒഴിഞ്ഞു മാറുന്ന ലക്ഷ്യമല്ലേ ഇത്? ഒരുപക്ഷെ ഇക്കാര്യത്തിൽ വലിയ പ്രതിരോധത്തിലാണ് ബി ജെ പി നേതൃത്വവും വലിയ പ്രതിരോധത്തിലാണ്. നേതാക്കൾക്ക് പലപ്പോഴും മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ആ ഒരു സാഹചര്യത്തിലായിരിക്കാം ഇത്തരത്തിൽ തട്ടിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിട്ടും അത് തനിക്ക് അതേക്കുറിച്ച് അറിയില്ല എന്ന് ഒഴിഞ്ഞതും ആ സാഹചര്യത്തിലാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. BJP ഇതേക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അതേക്കുറിച്ച് അറിയാത്ത കാര്യമാണ്, അതേക്കുറിച്ച് പറയാൻ കഴിയില്ല. അങ്ങനെ പല ചോദ്യങ്ങൾ വന്നിട്ടും അതിനെല്ലാം അറിയില്ല എന്ന് മാത്രമായിരുന്നു വി മുരളീധരന്റെ മറുപടി. അതൊരു പക്ഷേ വലിയ സമ്മർദ്ദത്തിന്റെ അല്ലെങ്കിൽ പ്രതിരോധം, ഇക്കാര്യത്തിൽ വലിയ പ്രതിരോധം BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു പ്രതികരണം വന്നത് എന്ന് തന്നെയാണ് കരുതുന്നത്. ശരി ഉമേഷ്, പെരിങ്ങമല സഹകരണ സംഘം തട്ടിപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം വി മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഉമേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.